ചിലർ പറഞ്ഞ് കോവിഡ് വരുമ്പോൾ എല്ലാ പള്ളികളും പൂട്ടുമെന്ന് പറഞ്ഞു. എവിടെ പൂട്ടാൻ? എവിടെ ചെല്ലുമ്പോഴും ജനങ്ങൾ ആയിരങ്ങൾ ഇരമ്പി ആർത്ത് യേശുവിലേക്ക് പുതിയ പുതിയ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വലിയ സാക്ഷ്യത്തോടെ വന്നിരിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന തന്നെയും രണ്ട് തരമുണ്ട്, പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. ഈ പബ്ലിക് പ്രെയർ വളരെ സീരിയസ് ആണ്. പബ്ലിക് പ്രെയറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിൽ മത്തായി 10:32 അനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ. അപ്പം അത് നമുക്ക് ഉറപ്പായി. കാര്യം എന്താണ്? 2 അഡ്രസ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ സംഭവം എത്തും. നമ്മൾ ഏത് അഡ്രസ്സിലാണ് വെച്ചിരിക്കുന്നത് അവിടെ ഈ സംഭവം എത്തും. എന്തിനാണ് എത്തുന്നത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ സാധനം അവിടെ എത്തുമെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് നമ്മൾ ജപമാല റാലിയെല്ലാം പബ്ലിക് പ്രെയറാണ്, അല്ലേ? ജപമാല റാലിയുടെ തോരാത്ത സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ വരണത്. ഇപ്പം ഈ ടിജിയുടെ സാക്ഷ്യത്തിൽ പറയണേ, ഞാൻ ഇവിടെ ഉടമ്പടി, ഇവിടെ ജപമാല റാലിയുടെ ദിവസം ഞാൻ ഭർത്താവും ലീവ് എടുക്കും. എന്നിട്ട് ഞങ്ങൾ 2 പേരും മാത്രം, അവിടെ വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ വരാനൊന്നും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രം കൊന്തയും ചൊല്ലി 12 കിലോമീറ്റർ. ഇവിടെ എത്ര കിലോമീറ്ററാണ് അച്ഛനും ആൾക്കാരും നടക്കുന്നത്, അത്രയും കിലോമീറ്റർ ഞങ്ങൾ നടക്കുമെന്നു. അവർ 2 പേരേ ഉള്ളൂ ജവഹർ റാലിയിൽ, ഭാര്യയും ഭർത്താവും മാത്രം. ഈ മഞ്ഞത്ത് അത് -നെഗറ്റീവ് നടക്കുകയാണ്, മഞ്ഞത്ത് നടന്ന് 20 കിലോമീറ്റർ 12 കിലോമീറ്റർ അവർ പരസ്യമായി ജപമാലയും ഇട്ടുകൊണ്ട്, ജപമാലയും കാണിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുക. എൻ്റെ ദൈവാനുഭവത്തിന് ഒരു പഞ്ഞവുമില്ല, നമ്മൾ പഞ്ഞം ഉണ്ടാക്കുന്നതാണ്. എന്താ കാര്യം? നമ്മൾ ഇതുപോലൊന്നും വിടത്തില്ല. പലതും വിട്ടുപിടിച്ചിട്ട് ഇതൊരു സൈഡ് ലൈനിൽ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കണ പോലെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കാൻ നോക്കും ഉടമ്പടി. പക്ഷെ ഉടമ്പടി അങ്ങനെ ഒക്കത്തില്ല. കാര്യം ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അത് കാരണം ദൈവത്തിനാണെങ്കിൽ എപ്പോഴും എൻ്റെ മക്കൾ ഒരു ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കണം. അതായത് ഞാൻ മനസ്സിലാക്കിയ ഈശോയ്ക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് പറയണത് ഒന്നും മുതലാകത്തില്ല. അതാണ് പ്രശ്നം. ഒന്നും മുതലാകത്തില്ല. നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞാലൊന്നും കാര്യം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ ഈശോനെ കുറിച്ച് നോക്കിക്കേ, ഇതാണ് അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവന് എന്ത് മുതലാകാനാണെന്ന്. അപ്പോൾ ഈശോ പറയും, ഞാൻ ചെയ്യാവുന്നവൻ്റെ മാക്സിമമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത പാട്ടിൽ നമ്മളൊരു തിരി കത്തിച്ചത് കൊണ്ട്, ഒരു പൊതി ചോറ് കൊടുത്തത് കൊണ്ട് എന്താകാനാണ്? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം, വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:47 സഹോദരങ്ങളെ മാത്രമേ, കേട്ടോ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എപ്പോഴും ഉടമ്പടി ഫയർ ആകാൻ എപ്പോഴും നല്ലത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ ഇരട്ടി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നതിൻ്റെ പകുതി എങ്ങനെ ചെയ്യാം. മലയാളി പ്രത്യേകിച്ച് അങ്ങനെയാണ്. മലയാളിയല്ല, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ചുരുക്കെടുത്തെന്ന് പറയത്തില്ലേ, എന്നാൽ ചുരുക്കി ചെയ്യാൻ നോക്കും. പറയണ പരിപാടിയെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും. നിയമപരമായിട്ട് ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യും. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം കർത്താവിൻ്റെ മനസ്സിരിപ്പ് എന്താണ്? ഇത് സത്യസന്ധമാണെങ്കിൽ പറയുന്നതിൻ്റെ ഇരട്ടി. അതാണ് ഈശോ പറയണത്. 1 മൈൽ പോകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മൈൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 5:41 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. എന്നിട്ട് പറയും, ചോദിക്കുന്നവർക്ക് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു പിന്നീട് കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ?
ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്, ഇത് പേടിക്കേണ്ട കാര്യമില്ല. കർത്താവെ, കൂടുതൽ ചെയ്യാൻ വേണ്ടിയും നിനക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയും എനിക്ക് പ്രത്യേക കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പല പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ ആ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും, പക്ഷേ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി കംപ്ലീറ്റ് യൂട്ടേണാണ്. നിങ്ങളുടെ വിഷയം നിങ്ങൾ എറിഞ്ഞു കളയണം. ദൈവത്തിരുന്ന് ഡംപ് ചെയ്യണം നമ്മൾ കൊണ്ടുവന്ന്. ഇനി അത് കർത്താവ് നോക്കാൻ പറയുകയാണ്. ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കും. മനസ്സിലായില്ലേ? ആദ്യം ചെയ്യേണ്ട പ്രയോറിറ്റി. ആ വാക്കുകൂടി എടുത്തേ. 10:33 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. 6:33 ശ്രുതികട ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം എന്ന് പറയുമ്പോൾ കമ്പനിക്കാരൻ പറഞ്ഞ് നടക്കത്. ഇപ്പം തന്നെ ഈ ടിജിയുടെ അവസ്ഥ എന്താ അറിയാവോ? അവസാനം ഇവർ റിജക്റ്റ് ചെയ്ത കമ്പനി വെസ്സിലേക്ക് തന്നെ വീണ്ടും ഇവരുടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യും. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ടിജി എന്താ പറയണത്? കമ്പനിയല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്നല്ല അവൾ പറയണത്. അത് ഭർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്മാർ പോകാൻ പറ, അവനാണ് കർത്താവുണ്ട് എനിക്ക്. അവൻ പറയുമ്പോൾ ഞാൻ അനുസരിക്കും. ഇപ്പോൾ വീണ്ടും അവൾ സെൻഡ് ചെയ്യും. ഈ സംഭവം വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാൻ പാടില്ല. അവന്മാർ ഇവരെ കോൾ ഫോർ ചെയ്യും, വരാൻ പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് ഇവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇവർ ഒരു ഉടക്ക് കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ സ്വീകരിക്കും. എന്തിനുള്ള ആപ്ലിക്കേഷനാണ്? ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള. ഇവിടുത്തെ മെക്കാനിസ്റ്റാണ്, കാനഡ മെക്കാനിസ്റ്റിൻ്റെ അവിടുത്തെ ഇക്വാലൻ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള കമ്പനിയിൽ നിന്ന് എല്ലാ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. സ്വീകരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉടക്ക് കണ്ടുപിടിക്കും. എന്താ കാര്യം? ഈ ജസ്റ്റോ എന്ന് പറയുന്ന ടിജിയുടെ ഭർത്താവിന് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പുറം ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്ന് പറയും. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 5-5.5 പണിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടിജി പറയുവേ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് ജനിച്ചത്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ റെക്കോർഡ് ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലെന്ന് പറയും. സത്യമാണ്, ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലത് എന്ന് പറഞ്ഞ് ഇവൾ മെയിലേക്കും. അപ്പോൾ അവർ പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് നാട്ടിലുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തരാൻ പറയും, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്. അപ്പോഴെന്നെ പ്രശ്നം സമയം കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ലീവാണ്. ക്രിസ്മസ് ലീവ് തുടങ്ങാൻ അവർക്കറിയാം. ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് വരുമ്പോൾ അവർ പൂട്ടി പോകുമ്പോൾ അടുത്ത കൊല്ലമാവും, 24-25 ആവും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സമയം കുറവാണ്. ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വേണം. അത് എവിടെയാണ് കിടക്കണം? അത് പരീക്ഷാ ഭവനിൽ നിന്നാണ് കിട്ടുന്നത്. പരീക്ഷാ ഭവനിൽ നിന്ന് ട്രിവാൻഡ്രം പരീക്ഷാ ഭവനിൽ പോയി ഇവൻ്റെ പരീക്ഷാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യണ സമയത്ത് അതിന് എക്സ്പ്രസ് മെയിലിൽ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 ദിവസമേ ഉള്ളൂ. അവർ ലീവ് അടിച്ച് പൂട്ടിപ്പോയാൽ പിന്നെ 1.5 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. കാനഡയിലെ ക്രിസ്മസ് ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ പരീക്ഷാ ഭവനിൽ പോയി ഇത് കിട്ടാൻ തന്നെ എന്ത് പാടായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിന് പോകണം. അവിടെ പോയാൽ ഈ സമയത്ത് എത്തത്തില്ല. അതുകൊണ്ടാണ് എക്സ്പ്രസ് മെയിൽ എന്ന് പറയണത്. എക്സ്പ്രസ് മെയിലിൻ്റെ കാര്യം പരീക്ഷ പഠിച്ചപ്പോൾ ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ എക്സ്പ്രസ് മെയിൽ പറയും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. DP അല്ല, എനിക്കറിയാം DP ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവിടെ ഇപ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ് തന്നെ അവരൊന്നും ചിലപ്പോൾ സമയത്ത് നമ്മുടെ കയ്യിൽ തരത്തില്ല. അവർ പറയും പോസ്റ്റിൽ വിടാമെന്ന് പറയും. പോസ്റ്റിൽ വിടാമെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മെയിലൊന്നും ചെയ്യത്തില്ല. അവർ നിയമമില്ല ചെയ്യാൻ. ഗവൺമെൻറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നിയമങ്ങളുണ്ട്. അവർ പറയും ചെയ്യത്തില്ലെന്ന് പറയും, എക്സ്പ്രസ് മെയിൽ പോകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി കൊളാപ്സ് ആകും. ഇത്രയും നമ്മൾ അടുത്ത് ചുണ്ടോട് ചെന്ന് കപ്പിനും ചുണ്ടിനും എടുത്ത് തെറിച്ചു പോയാണ് സംഭവം. അപ്പോഴും ടിജി പറയും നോ, ഇത് അമ്മ ഓൺലൈനിലുണ്ട്, ഇത് കിട്ടും. അപ്പയോട് പറയും, അവളുടെ അപ്പനോട് പറയും, അല്ല ചെറുക്കൻ്റെ അപ്പനോട് പറയും, അപ്പ ചെന്ന് ചോദിച്ചിട്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഭവനിൽ ഇടാൻ പറയും.
അപ്പോൾ ഇയാൾക്ക് ഉടമ്പടി അറിയാൻ പാടില്ല, ആലപ്പുഴ അറിയാൻ പാടില്ല. അങ്ങനെ പറയണം. അങ്ങനെ രാഷ്ട്രീയ നേതാവാണ് പുള്ളി. ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് കൊണ്ട് ഉപ്പ് കൊണ്ട് പരിചയക്കൊലൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഇത് നോൺസെൻസാണ് ഈ പറഞ്ഞിരിക്കും. കാര്യം അപ്പം നേരെ ചൊവ്വേത് കിട്ടിയില്ലല്ലോ, മെറിറ്റിൽ വർക്ക് ചെയ്യലത്തില്ല ഇത്. കാര്യം ഉടമ്പടിയെക്കുറിച്ച് ടിജിക്ക് നല്ല അക്കാഡമിക് നോളജാണ്. അപ്പം ഇത് ഉടമ്പടി ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ, നിയമപരമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, മെറിറ്റിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വർക്ക് ചെയ്യും? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനാണ് ഉപ്പിടുന്നത്. എന്താ വെച്ചാൽ എൻ്റെ കഴിവും നിയമത്തിൻ്റെ സാധ്യതയുമല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സത്യം ഉടനെ കിട്ടണ്ടേ. കിട്ടിയില്ലെങ്കിൽ മകൻ തിരിച്ചു പോരേണ്ടി വരികയല്ലേ. അപ്പം രാഷ്ട്രീയക്കാരനാണ്, നേതാവാണ്. ആ നേതാവിൻ്റെ സ്വാധീനത്തിൽ പാർട്ടിക്കാരെ പിടിച്ചുകൊണ്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം പോയതെങ്കിലും 3 പ്രാവശ്യം പോയിട്ട് അപ്പിനത് കിട്ടിയില്ല. അപ്പം ടിജി പറയും ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, നിയമപരമായിട്ട് കിട്ടത്തെ സാധ്യതയില്ല. എക്സ്പ്രസ് മെയിലിൽ അവർക്കില്ല, അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അപ്പ കൊണ്ടുപോയി ഉപ്പിട്, വിശ്വാസപ്രമാണം ചെല്ലാൻ പറയും. അപ്പോൾ അപ്പ കൊണ്ടുപോയി അല്ലെങ്കിൽ രക്ഷപ്പെടണ്ടേ, കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. എന്നിട്ട് കയറി ചെന്ന് പറയും ഇത് എക്സ്പ്രസ് മെയിൽ വിട്ടില്ലെങ്കിൽ അവിടെ ജോലി പോകുമെന്ന് പറയുമ്പോൾ വിടാൻ സാറേ എന്ന് പറയും. അത്രേ ഉള്ളൂ. അവരപ്പം തന്നെ എക്സ്പ്രസ് മെയിലിൽ വിടും ഈ സാധനം. ഈ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കിക്കേ. ഓരോരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുക റസ്സിൽ ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഉടമ്പടി സ്ട്രെങ്ത് ഉണ്ട് ഇവർക്ക്. അതാണ് വിഷയം. വിഷയങ്ങളുണ്ടാകും, പക്ഷെ അതിനേക്കാൾ ഇവർക്ക് ബലമുണ്ട്. ഇവർക്ക് വിഷയങ്ങൾ നമ്മളെ ബലഹീനമാക്കുന്നത് എന്താ കാര്യം? നമ്മളെ ബലം പിടിപ്പിക്കാനാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അതാണ് സംഭവം. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനാണ് ഉപ്പിടുന്നത്. വിശ്വാസം അവിടെ എന്ത് ചെയ്യണേ? വിശ്വാസം പ്രാർത്ഥന അല്ലത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം അവിടെ പ്രയോഗിക്കുകയാണ് നമ്മൾ ചെയ്യണത്. വിശ്വാസത്തിന് പ്രാർത്ഥനയുണ്ട്, വിശ്വാസത്തിന് പ്രഖ്യാപനമുണ്ട്. ഇപ്പം മഴയത്ത് നടന്നുകൊണ്ട് മഞ്ഞത്ത് നടന്നുകൊണ്ട് കൊന്തേരണ വിശ്വാസ പ്രഖ്യാപനമാണ്. ഉപ്പ് കൊണ്ടുപോയിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലണത് എന്താണ്? വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതല്ല. വിശ്വാസ പ്രയോഗം ആദ്യം മുതലേ ഉള്ളതാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതനെ വിളിക്കുക, അവൻ കൊണ്ടുവന്ന് തൈലം പ്രയോഗിച്ചുകൊണ്ട്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞത്. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 5:14 വിശ്വാസ പ്രയോഗമാണ് ഇപ്പൊ സബ്ജക്റ്റ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ തൈലാഭിഷേകത്തിനാണ് പ്രയോഗം എന്ന് പറയണത്, വിശ്വാസ പ്രയോഗം. അത് ബൈബിളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തൈലാഭിഷേകമുണ്ട്. ഉപ്പൊക്കെ ഇടുന്നത് എന്താ? ദൈവത്തിൻ്റെ ഇതെല്ലാം ഇടുന്നത് എന്തിനാണ്? നമ്മുടെ പേരിലല്ല. എന്തിനാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമം അവിടെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമമാണ് ശക്തിപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? മനുഷ്യന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ശ്രുതികട മക്കളെ യേശു സ്വതം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ശ്രീഹരി ആരാധന. ദാനിയേൽ 10:18 എടുത്തേ. ദാനിയേൽ 10:18. ശ്രുതികട. ഹല്ലേലൂയ. ആരാധന
ദാനിയേൽ 10:18-19. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയണതാണ്. ദാനിയേലിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ശക്തി വരുന്ന പറയുകയാണ്. അതാണ് പ്രോസസ്സാണ് എല്ലായിടത്തും നടക്കുന്നത്. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അതാണ് വചനം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും പറയണത് കേൾക്കുമ്പോഴും കേട്ടത് പ്രാവർത്തികമാക്കുമ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ഈ ഉടമ്പടി എന്ന് പറയുന്ന വചനം പ്രാവർത്തികമാക്കിക്കൊള്ളാമെന്ന് നമ്മൾ പറയണത്. അവൻ പറയണത് പോലെ ചെയ്തുകൊള്ളാൻ ജീവിച്ചുകൊള്ളാമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ടിജി പറയണത് ഉടമ്പടി എനിക്ക് ഒരു നടപടിക്രമമല്ല, പ്രത്യേകിച്ച് ജീവിത രീതിയാണെന്ന് പറയണം. ജീവിത രീതിയാണെന്ന് പറയണം. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കറിയാം, കാനഡയിൽ ഉള്ളവർക്കറിയാം, ഇപ്പം PR കിട്ടാം. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് റെസിഡൻസാണ്. ഈ കമ്പനി ജോലി കിട്ടിയാലും PR കിട്ടാൻ പാടാണ്. PR കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോരേണ്ടി വരും അവിടെ നിന്ന്. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്, അവിടെ സ്ഥിരമായി താമസത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടാൻ പാടാണ്. ഇപ്പോൾ എല്ലാം റിജക്ഷനാണ് വരുന്നത്, ഭയങ്കര റിജക്ഷനാണ്. അപ്പോൾ ടിജി എന്ത് ചെയ്യും? ടിജി അപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് പാസ്പോർട്ടിൽ തേച്ചിട്ട് വിശ്വപ്രമാണം ചൊല്ലും, ഇത് സെൻഡ് ചെയ്യും. അതാണ് ഉടമ്പടി. അവർ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഉടമ്പടി ഒരു നടപടിക്രമമല്ല, മറിച്ച് ഒരു ഉടമ്പടി എനിക്ക് പാലിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. അത് അവരുടെ ഒരു ഇതാണ്, അനുഭവമാണ്. ഉടമ്പടി നിങ്ങളെ പലരും ചെയ്യണത് പാലിക്കുകയാണ് ചെയ്യണത്, അങ്ങനെയല്ല. ഉടമ്പടി ജീവിച്ച് മാറ്റുകയാണ്. എന്താണ്? ആ പാസ്പോർട്ടിൽ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തേരം തേച്ചിട്ട് പാസ്പോർട്ട് സെൻഡ് ചെയ്യും ഗവൺമെൻറ്റിലേക്ക്. ഇപ്പോൾ എന്നാ പറ്റിക്കണമെന്ന് അറിയാം, ഒറ്റ ആഴ്ച കൊണ്ട് ഇവർക്ക് PR കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്നത് കാനഡയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ ഞെട്ടിപ്പോവും. കാര്യം അവർ 3 കൊല്ലമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, 3 കൊല്ലമായിട്ട്. ഇതെന്ന് പറയണത്, ഉടമ്പടിയുടെ രീതി എന്ന് പറയണത്, നമ്മൾ സത്യസന്ധരാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണതാണ് ഇതിൻ്റെ റിസ്ക്. നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കാൻ വന്നതാണല്ല, വയറ്റിപ്പഴപ്പിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നതല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നതാണെന്ന് ഒരു നിമിഷമെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പിടികിട്ടിയാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മൗനപ്രാർത്ഥനയിലും വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് 2 മിനിറ്റ് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ വയനാട് ജില്ലയിൽ മക്കിയാട് നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് ഭാര്യയുടെ നിർബന്ധപ്രകാരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർ മല കയറാൻ വേണ്ടി വന്നപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വന്നതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഭാര്യ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ട്രക്ക് ഡ്രൈവറാണ്. ഞാൻ ആന്ധ്രയിൽ സിമെൻറ്റ് ലോറിയിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് എന്നും രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിലെത്താൻ പറ്റുന്നൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു ആദ്യത്തെ ഉടമ്പടി വച്ചിരുന്നത്. ഇവിടെ വന്നു. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം അവിടുന്ന് പ്രദക്ഷിണമായിട്ടാണല്ലോ കൊച്ചുമാതാവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഇതൊക്കെ ജോലിയൊക്കെ നാട്ടിൽ തന്നെ കിട്ടണമെന്ന് എനിക്കൊരു ഉറപ്പ് വരണമെങ്കിൽ ആ കൊച്ചുമാതാവിനെ എൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് വരാൻ എനിക്കൊരു ഭാഗ്യം കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കടലാസ് കൊണ്ട് തന്ന ഒരു ചേച്ചി നോക്കുമ്പോൾ അത് മാതാവ്. എനിക്കൊരു കോരിത്തിരിക്കുന്ന അവസ്ഥയായിപ്പോയി. അപ്പോൾ മാതാവിനെയും കൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ആന്ധ്രയിലേക്ക് പോകാനായിട്ട് ഞാൻ ആ കമ്പനിയിലേക്ക് ഫോൺ വിളിച്ചു, വരട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത് കമ്പനി പൂട്ടിപ്പോയി. വിളിച്ചപ്പോഴേക്കും അവരുടെ കമ്പനി അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് തമിഴ്നാട് അരുവാക്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ എനിക്കൊരു കാരണവശാലും പോകാൻ പറ്റില്ല. മൈസൂരായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അപ്പോൾ എൻ്റെ ജോലി പോയി. ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഓഫർ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായിട്ട്
രാവിലെ വരാം, രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റുന്നൊരു ജോലി തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അപ്പം എനിക്ക് വേണ്ടി മാതാവ് ആ കമ്പനി വരെ പൂട്ടിച്ച് എനിക്കൊരു ജോലി തന്നതിന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ എനിക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു. ആ ജോലി പോകാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജോലിക്ക് പോകണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഉടമ്പടിയിൽ 2 പേരുടെ ജോലിയായിരുന്നു വെച്ചിരുന്നത്. അപ്പം വീട്ടിൽ കുട്ടീനെ നോക്കാൻ വേണ്ടി ആളില്ലാത്തതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്. കഴിഞ്ഞ ഇന്നലെ ആ സ്കൂളിൽ നിന്ന് വീണ്ടും അവർ വിളിച്ച് വരാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ തന്നെ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവർക്ക് ചെറിയ രോഗമൊക്കെ ദൈവം കൊടുത്ത് എൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ വന്നുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ പേര് ജോസഫ് മാനുവൽ. ഞാൻ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 1-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി. ആദ്യമായി നല്ലൊരു കുമ്പസാരം നടത്താൻ എനിക്ക് സാധിച്ചു. അതായത് പാപബോധം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതോടെ ഞാൻ പണ്ടൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു, പക്ഷേ എന്തിലും ഒരു യുക്തി കടന്നു വരുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിനകത്തൊരു യുക്തി കയറി വരും. അതിന് മെയിൻ കാരണം നമ്മളുടെ ഫേസ്ബുക്കിൽ പല ഫ്രണ്ട്സ് ഉണ്ടാവും. അതിനകത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, യുക്തിവാദിയാണ്. അയാളെ ഫോളോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വരണത് ഈ യുക്തിവാദികളുടെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ യുക്തിവാദികളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം തകർക്കുക എന്നുള്ള. നമ്മളുടെ അതായത് ഈ ധ്യാന കേന്ദ്രത്തിനെയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാവിധ വിശ്വാസത്തിന് നമ്മൾക്ക് നൽകുന്ന അത്ഭുതങ്ങളെല്ലാം അവരത് നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞാനപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ആ ഫ്രണ്ടുകളെല്ലാം ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ തന്നെ അതിനകത്തുനിന്നുള്ള ചിന്തകൾ നമുക്ക് മാറിക്കിട്ടി. പിന്നെ ഉടനെ തന്നെ നല്ലൊരു കുമ്പസാരം നടത്തി കുർബാന കൈക്കൊണ്ടു. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് പിന്നെ ആദ്യമായിട്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് നാവിൽ മരവിപ്പായിരുന്നു, ടേസ്റ്റൊന്നും അറിയില്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി തൈലം തേച്ചു. പിറ്റേ ദിവസം തന്നെ ആ അസുഖം എന്നിൽ നിന്ന് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പസാരിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അത്ഭുതം അല്ലേ? അതെ, ഈശോയെ സ്വീകരിക്കാനുള്ള വഴി തുറന്നു, നാവ് സ്വതന്ത്രമായി. ഓക്കെ, അതോടെ അത് കഴിഞ്ഞു. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ നമുക്കതിനകത്തൊരു പിന്തിരിയാനുള്ളൊരു പ്രേരണ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ ഞാൻ മാർച്ച് 1-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ വീട്ടിലുണ്ടാകാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡേ നൈറ്റും മാറി മാറി വർക്ക് ചെയ്യണ ഒരാളാണ്. ഞാൻ ട്രെയിലർ ഡ്രൈവറാണ് വല്ലാർപാടത്ത്. അപ്പോൾ എനിക്ക് എപ്പോഴും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന എല്ലാം ഒന്നും സാധിക്കാറില്ല. എങ്കിലും എൻ്റെ ഭാര്യയും മക്കളും അത് മുടക്കമില്ലാതെ കൃത്യമായിട്ട് ചെല്ലും. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ ചെല്ലും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതി രാത്രി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ഒരു ഹിന്ദിക്കാരനെ ഞാൻ വളരെയധികം ചീത്ത പറയുകയൊക്കെ ചെയ്തു. അത് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അപ്പോഴേക്കും എൻ്റെ മനസ്സ് പറഞ്ഞു ഞാനത് ചെയ്തത് ശരിയായില്ല. അങ്ങനെ അന്ന് നൈറ്റ് നേരത്തെ പണി കഴിഞ്ഞപ്പോൾ രാവിലെ വന്ന് ഞാൻ പള്ളിയിൽ വന്ന് ആദ്യം കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു. അപ്പോൾ 2-ാം തീയതി ഞാൻ രാവിലെ വീട്ടിൽ വന്ന് കുർബാനയെ കൂടി വന്ന് വീട്ടിലിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ എൻ്റെ വൈഫ് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ ആരാധനയുടെ ജോസഫ് അച്ഛൻ്റെ പരിപാടി വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയാണ്, ഇപ്പോൾ നടുവേദന, തോൾ വേദന, കഴുത്ത് വേദനയൊക്കെ ഉള്ളവരെയൊക്കെ ദൈവം സുഖപ്പെടുത്തും, എല്ലാവരും ആ ഭാഗങ്ങളിൽ കൈവച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. ഉടനെ ഞാനവിടെ ബ്രഷ് താഴ്ത്തിയിട്ടുള്ളൂ, ഞാനും നിന്നു അവിടെ നടുവിന് കൈയും വെച്ച്. എനിക്കാണെങ്കിൽ നടുവേദന വർഷങ്ങളായിട്ട്, ഞാൻ സൗദിയിലൊക്കെ ട്രെയിലർ ഓടിച്ചാൽ കണ്ടിന്യൂ ആയിട്ട് ഡേ നൈറ്റ് വണ്ടി ഓടിച്ച് എൻ്റെ നടുവൊക്കെ ഒരു ആയി കിടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ മരുന്നിനൊന്നും പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ മരുന്നിന് പോയി കഴിഞ്ഞാൽ നടുവിൻ്റെ ഡിസ്ക് പോയി കിടക്കണം, അത് പോയിക്കണത് പിന്നെ എൻ്റെ കുടുംബ പട്ടിണിയാവും. കാരണം ഞാൻ പോകില്ലായിരുന്നു. ഞാനങ്ങനെ ആ സമയത്ത് അവിടെ നിന്നു, ആരാധന മുഴുവനും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ പോന്നു. ഞാനത് വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി. പിറ്റേന്നെല്ലാം ഞാൻ പണിക്ക് കയറിയിട്ട് ഞാൻ പിന്നെ ആലോചിക്കണേ എൻ്റെ നടുവേദന എവിടെ എന്നുള്ളൊരു ചിന്തയായിപ്പോയി. എനിക്ക് നടുവേദന മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നടുവേദന
സാധാരണ ഞാൻ വീട്ടിൽ ജപമാല ചെല്ലുമ്പോൾ കുരിശ് വരച്ച ഉടനെ തന്നെ നിലത്ത് കാല് നീട്ടിരിപ്പായിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു ജപമാല ഫുള്ള് മുട്ടുമ്പിലൊന്ന് ചൊല്ലും. മാത്രമല്ല 5 മിനിറ്റ് പോലും എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ട് ഈ നേരം വരെ ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല, ഫുൾ ടൈം നിൽക്കണം. കാരണം എനിക്ക് നടുവേദന ഇല്ല, എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി. മറ്റൊന്ന് അപ്പം എൻ്റെ ഭാര്യയുടെ കാലിൻ്റെ പാദത്തുമ്മേൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അലർജി അസുഖം ഒരുപാട് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മരുന്ന് വാങ്ങിക്കും, അതൊന്ന് കുറയും, പിന്നെയും വരും. അങ്ങനെ ഞാനിവിടുത്തെ ഉടമ്പടി തലം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നെ സ്വന്തമായിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഉപ്പും മിക്സ് ചെയ്ത് തേച്ചു. അപ്പോൾ ഒരു കുറവില്ലാതെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അത് മാറ്റി വെച്ച് വേഗം തന്നെ പുതിയ ഓയിൻമെൻറ്റ് വാങ്ങിച്ചു.